CJPയുടെ സമരം, കോക്രോച്ച് പാർട്ടിയുടെ സമരം ഡൽഹി ജന്തർ മന്ദറിൽ തുടരുമ്പോൾ അസാധാരണമായ വിധത്തിൽ ഇന്നലെ രാത്രിയിൽ നരേന്ദ്രമോദി ലൈവിൽ വന്നിരിക്കും. രാത്രി വളരെ വൈകിയാണ് അദ്ദേഹം ലൈവിൽ വന്നതെന്നുള്ളതാണ്. നരേന്ദ്രമോദി ലൈവിൽ വന്നു എന്ന് മാത്രമല്ല, ആ ലൈവിന് ഒരു ഭംഗിയൊന്നുമില്ല. സാധാരണ അതായത് അദ്ദേഹം ഇങ്ങനെ പിടിച്ച് ഫോൺ ഉപയോഗിക്കാത്ത തരത്തിൽ, അറിയാത്ത തരത്തിൽ ആണ് പിടിച്ച് മൂക്ക് വന്ന് ഇതിൽ മുട്ടുന്ന രീതിയിലാണ് ആ ഫ്രെയിം വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഡീപ്പ് ഫേക്ക് വല്ലതും ആയിരിക്കും എന്ന്. രാവിലെ ഇത് കണ്ടപ്പോൾ നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് BJP സൈബർ ഹാൻഡിലുകളൊക്കെ ഇത് ഷെയർ ചെയ്യുന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ CJPയുടെ സമരം സർക്കാരിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ. അതൊരു അന്ന് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. സമരത്തെ നിസ്സാരമായിട്ട് തള്ളിക്കളയാനൊന്നും കഴിയുകയല്ല. പക്ഷേ ഇതിൽ പങ്കെടുത്ത ആളുകളിൽ ചിലരുടെ പശ്ചാത്തലവും മറ്റുമൊക്കെ മാത്രമാണ് അതിലൊരു വിഷയമായിട്ടുള്ളത്. ഈ ചെറുപ്പക്കാരായ ഒരു വലിയ വിഭാഗം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഈ മാതിരി സംഘടിക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്കിപ്പോഴും ഈ സമരക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാവുന്നില്ല. ഒന്ന്, അവർ പറയുന്നത് എന്താണ്, ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നാണല്ലോ വിഷയം. അവർക്ക് ആവശ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി മാത്രമാണ്. വിദ്യാഭ്യാസ സെക്രട്ടറിയെ വരെ മാറ്റി പുതിയ സെക്രട്ടറി വെച്ചു. ആ സെക്രട്ടറി പേരിൽ എന്തോ ആരോപണം, ഗുരുതരമായ ആരോപണം ഉണ്ടെന്ന് ഇപ്പം അടുത്ത പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റണമെന്നുള്ള ഒറ്റ ആവശ്യത്തിലാണ് ഇവരിപ്പോൾ നിലവിൽ ഉറച്ചേക്കുന്നത്. അതിനൊപ്പം തന്നെ 1 കോടി രൂപ വീതം ഈ മരണമടഞ്ഞ കുട്ടികളുടെ വീട്ടുകാർക്ക് കൊടുക്കണം എന്നുള്ളതും, അതുപോലെ ഇതിനെ കുറ്റക്കാരെ കണ്ടുപിടിച്ചിട്ട്, കുറ്റക്കാരെ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. 22 പേരെങ്ങാണ്ട്. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞു ഫാസ്റ്റ് ട്രാക്ക് കോടതി തന്നെ വരുന്നുണ്ട്, പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. അതെ, അതിനുള്ള നടപടിക്രമങ്ങൾ. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും ഇതിനകത്ത് ഒരു ചർച്ച എന്ന് പറയുമ്പോൾ എന്താണ്, ചില വിട്ടുവീഴ്ചകൾക്ക് വേണ്ടിയുള്ളതാണ് ഒരു ചർച്ച. ആ ചർച്ച അതില്ലെങ്കിൽ പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല അല്ലേ. ഇപ്പോൾ ഒരാൾ സമരം നടത്തുന്നു, ആ സമരം തൊഴിലുടമയ്ക്കെതിരെയാണെങ്കിൽ ഈ തൊഴിലുടമയെ ഇയാളെയും കൂടെ കൂട്ടിയിരുത്തി ചർച്ച ചെയ്യുമ്പോൾ 2 കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം അല്ലേ. അപ്പോൾ ഇതിനകത്ത് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു. എന്നാൽ ബാക്കി ഒരു കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് കണ്ണു അടച്ചു പറയുന്നിടത്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം വന്നു കിടക്കുന്നത്. അപ്പോൾ ഇത് ഗൗരവതരമായ അവസ്ഥയിലേക്ക് പോയി എന്നുള്ളത് നരേന്ദ്രമോദിക്ക് മനസ്സിലായി. കാരണം ഇത് രാജ്യമൊട്ടാകെയുള്ള യുവജനങ്ങളിലേക്ക് ഈ സമരം പടർന്നു കഴിഞ്ഞു. എല്ലാ സ്ഥലങ്ങളിലും അതിനൊരു പ്രക്ഷോഭം ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇത് വേറെ വളരെ പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ ഒറ്റയ്ക്കല്ല, BJP ഒറ്റയ്ക്കല്ല അവിടെ ഭരിക്കുന്നത്, ഘടകകക്ഷികളുടെ പിന്തുണയോട് കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയും എല്ലാം കൂടെ പിന്തുണച്ചാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത്. നാളെ അവരെല്ലാവരും കൂടെ ശക്തമായ നിലപാട് രംഗത്തെത്തി ബുദ്ധിമുട്ടി പോകും. കാരണം അവർക്ക് അവരവരുടെ സംസ്ഥാനങ്ങളെ പിടിച്ചേക്കേണ്ടതുണ്ട് ഈ 2 പാർട്ടിയേക്കും. അപ്പോൾ ഇതിനകത്ത് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം, ഇത് വൈകിപ്പോയി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഇതിനകത്ത് BJP കാണിച്ച കടുംപിടുത്തം ഒട്ടും ഭൂഷണമായി. ധർമ്മേന്ദ്ര പ്രധാൻ ആദ്യം രാജിവെപ്പിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട കാര്യമില്ല. ആദ്യമേ തന്നെ നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തിയാൽ പോരാ. നീറ്റ് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത് ദൗർഭാഗ്യകരമാണ്. രാജ്യത്തെ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും വികാരത്തെ മാനിക്കുന്നു. എത്രയും പെട്ടെന്ന് നീറ്റ് പരീക്ഷ വീണ്ടും ഞങ്ങൾ നടത്തി ഉടൻ തന്നെ ആളെ പരിഹരിച്ച് കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് പോകും. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും എടുക്കും. അതുപോലെ തന്നെ ഇതിലെ കുറ്റക്കാരെ കണ്ടെത്തി അവരെ മാതൃകാപരമായി ശിക്ഷിക്കും. ഇത്രയും മാത്രം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന അന്നായിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും സംഭവിക്കില്ല. ഇത് ഇത്രയേ ഉള്ളൂ കാര്യം, നിസ്സാരപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു, കുട്ടികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു. പിന്നെ എങ്കിൽ പോലും അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് നീറ്റ് പരീക്ഷ നടത്തി, അപ്പോൾ തന്നെ ഫലവും പ്രഖ്യാപിച്ചു, അതിവേഗം ഇതെല്ലാം ചെയ്തു, കുട്ടികളൊക്കെ കോഴ്സിന് ചേരാനും തുടങ്ങുന്നുണ്ട്, അത് വരുന്നു. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ബില്ലിൻ്റെ രൂപരേഖ ഇന്ന് ക്യാബിനറ്റ് യോഗമുണ്ട്. ക്യാബിനറ്റ് യോഗത്തിൽ വെച്ച് അതിനൊരു അന്തിമ രൂപം നൽകി തിങ്കളാഴ്ച തന്നെ ഈ ബില്ല്, അതായത് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചകളെ ഗൗരവമായി കണ്ടുകൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ലൈവിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടം ഒഴിഞ്ഞു കിട്ടിയാനായിരുന്നു. അതെ, എപ്പോഴും CJPക്കാർ ഇതൊന്നും അംഗീകരിച്ചില്ല. മാത്രമല്ല CJPക്ക് ഇതിനിടയ്ക്ക് ഒരു തിരിച്ചടി വന്നു. ഈ സോനം വാങ്ചുക്ക് സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഈ നടപടി അങ്ങ് അയാളുടെ നിരാകാരം അവസാനിക്കും. സോനം വാങ്ചുക്ക് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു കാര്യം മനസ്സിലേക്കാണ്, ഇയാളെ പട്ടിണിക്കിട്ട് കൊല്ലാനെങ്ങാനാണോ ഇവർ പരിപാടി ഇട്ടിരുന്നത്. ഒരു രക്തസാക്ഷി അവർക്ക് ആവശ്യമുണ്ട്. ഒരു പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോഴും വ്യാജ പ്രചരണം നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ, മാലയൊക്കെ ഇട്ടൊരു ഫോട്ടോ കാണിച്ച്
ആദരാഞ്ജലിക്ക് ഈ CPM സൈബർ ഹാൻഡിലുകൾ കാണിക്കുന്നത് ഞാനത് ശ്രദ്ധിച്ചു കേട്ടോ. അതായത് വാർത്ത. നമ്മുടെ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ള എഴുത്തും വായനയും വിദ്യാഭ്യാസവും ലോകവിവരവും ഉള്ള ആൾക്കാർ വരെ ഈ സംഭവം ഷെയർ ഷെയർ ചെയ്തിട്ടുണ്ട്. ചെയ്യുകയാണെന്നുള്ളതാണ്. ഇത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇത്തരം വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ നമ്മുടെ മാധ്യമങ്ങൾ, എത്ര മാധ്യമങ്ങളുണ്ട്, ദേശീയ മാധ്യമങ്ങളുണ്ട്, നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങളുണ്ട്, ഇതിൻ്റെ എവിടെങ്കിലും ഒരു സൈറ്റിൽ കയറി നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ശരിയാണോ എന്ന് അല്ലെ ഫാക്ട് ചെക്ക് ചെയ്യാം. എല്ലാവർക്കും ഫാക്ട് ചെക്ക് ഈ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡൽഹി പോലീസിന്റെ പ്രധാന പരിപാടി എന്താണെന്നറിയോ? അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഫേക്ക് അലേർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഡൽഹി പോലീസിന്. അതിനൊപ്പം തന്നെ അവരെ കമന്റ് ബോക്സ് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഡൽഹി പോലീസ് പേടിച്ചു പോയി. ഇപ്പോൾ അതിന് ലൈക്കും ഷെയർ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, കമന്റ് ബോക്സ് അവർ പൂട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് അവർ ഇന്നലെ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ട് ഇത് ഫേക്കാണ്, കുട്ടി ചികിത്സയിലാണ്, കുട്ടി മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നു ഒക്കെ ഉണ്ട്, ഇത് നിങ്ങൾ ഒരിക്കലും പ്രചരിപ്പിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാന്ന് പറ, നമ്മുടെ നാട്ടിൽ ഒന്നടങ്കം ഈ ഫേക്ക് വാർത്ത പ്രചരിപ്പിച്ചു. അല്ല, അതാണ്. അപ്പോൾ ഇതൊരു വല്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് രാജ്യത്ത് എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇടപെട്ട നല്ല കാര്യമായിപ്പോയി. പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് ദിവസം മുമ്പ് ഇടപെടാമായിരുന്നു, പിടിവാശി ഉപേക്ഷിക്കാമായിരുന്നു, വേണമെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാന വകുപ്പ് മാറ്റായിരുന്നു, മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ വേറെ വകുപ്പിലേക്ക് മാറാമെന്നുള്ളതല്ലേ ഉള്ളൂ. അതൊന്നും ഒരു വലിയ കാര്യമില്ല. ജനാധിപത്യത്തിൽ എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു സമവായത്തിൽ പോകുന്നതാണ് നല്ലത്. പക്ഷേ ഈ കടുംപിടുത്തം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ ഭരണാധികാരിക്കും കടുംപിടുത്തം നടത്തിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഇന്നലത്തെ മോദിയുടെ ആ സെൽഫി ലൈവ് അസാധാരണമാണ്. അങ്ങനെ ഒരിക്കലും പ്രധാനമന്ത്രി ഒരു ലൈവ് വരാറില്ല. ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിക്കുന്നു, നേരത്തെ അറിയിപ്പ് കൊടുക്കാറുണ്ട്, ദേശീയ ചാനലുകൾ ഇത് പ്രക്ഷേപണം ചെയ്യാറുണ്ട്, റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ഇത്തവണ ഇതൊന്നുമല്ലാതെ അർദ്ധരാത്രിക്ക് വന്ന് പറയാൻ തക്കതായിട്ട് അദ്ദേഹം നിർബന്ധിതനായി തീർന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് സംബന്ധിച്ച് രാജ്യമൊട്ടാകെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ദേശീയ സുരക്ഷയുടെ ചുമതലയുള്ള ആൾ ഇന്നത് സംസാരിച്ചതാണ്. വിദ്യാർത്ഥികളുടെ ലേബലിൽ ഒരുപാട് വിധ്വംസക പ്രവർത്തകർ ഇതിനകത്ത് കയറി കൂടിയിട്ടുണ്ട്. അതിന് യാതൊരു സംശയവും വേണ്ട. ഇന്നലെ പോസ്റ്റ് ഇട്ട് ഒരുത്തൻ ഇന്ന് രാവിലെ കരയുന്നുണ്ട്, എനിക്ക് അബദ്ധം പറ്റിയാണ്. അനസാണ്, മുഹമ്മദ് അനസാണ്, അങ്ങനെയാണോ അയാളുടെ പേര്? മറ്റേ വെടിവെക്കുമെന്ന് പറഞ്ഞ ആളല്ലേ. അപ്പം അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് പോകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കാനോ മറ്റ് ഒരു പടി കൂടെ കടന്നുള്ള നടപടികൾക്കോ ഇവർക്ക് സാധിക്കില്ല. അല്ല, അതാണ് അവരുടെ ഒരു ബലം. സമരം ചെയ്യുന്നവരുടെ ബലം അതാണ്. അവർ അടിക്കാനേ പറ്റുള്ളൂ, അവർ കൊല്ലാൻ പറ്റില്ല. അതിന് പകരമാണ് അവർ ഈ പോലീസ് ആക്രമിച്ച് കൊന്നു, പെൺകുട്ടി പിന്നെ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ പെൺകുട്ടി മരിച്ചെന്ന് പറഞ്ഞ വാർത്ത പ്രചരിപ്പിക്കുന്നത്. അതുപോലെ ഡൽഹി പോലീസിന് പ്രത്യേക അധികാരങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു. ഇതിനെല്ലാം പിന്നെ ആർട്ടിക്കിൾ ഇന്നതനുസരിച്ച് ഡൽഹി പോലീസിന് നാഷണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് ആരെയും പിടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ ഉള്ള. പക്ഷെ അതൊക്കെ ഒരു അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ള ഓർമ്മ. അല്ല, ഈ രീതിയിൽ ഈ ഫേക്ക് നറേഷൻസ് തള്ളിവിടുന്നത് എവിടെ നിന്നാണ്? ഇത് ഈ സമരക്കാർക്ക് ഇതിനകത്തൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പം സമരത്തിനിടയ്ക്കാണ് നുഴഞ്ഞു കയറിയത്. മലപ്പുറത്തു നിന്നൊക്കെ 5-6 പേര് പോയി നിന്നിട്ട് എന്തിനാ വന്നതെന്ന് പോലും അറിയാതെ ഒരു TV ചാനലിൽ കണ്ടു. ഇവിടെ എന്തിനാ സമരം? അത് എന്തിനാലും ആയിക്കോട്ടെ, ഞങ്ങൾ സമരമാണ്. മോദിക്കെതിരെയാണ്. അതാണ് ഇപ്പൊ ഇവരുടെ ആവശ്യം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ നിന്ന് പോയിട്ട് നരേന്ദ്രമോദിയുടെ രാജിയിലേക്ക് വന്ന് എത്തിയിട്ടുണ്ട്. അത് വെറുതെയാണ്. അവിടെ ഈ അതിനുള്ള വെള്ളം വാങ്ങി വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് സോനം വാങ്ചുക്കും അതേ ഇപ്പോൾ സമായത്തിന്റെ പാതയിലേക്ക് എത്തി. അദ്ദേഹത്തിന് അപകടം മണത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തതാണ്. ഈ കേന്ദ്രമന്ത്രിമാരെ കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നല്ലോ ആശുപത്രിയിൽ. അവർ പറഞ്ഞാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിധവ ശക്തികളുണ്ട്, അവരിത് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം. രാജ്യത്തിൻ്റെ ഒരു ഭയങ്കര ഭീകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഈ അഭിജിത്ത് ദീപ് കെ എന്നൊക്കെ പറയുന്ന കൊച്ചു പിള്ളേരാണ്. ഇവർക്കൊക്കെ ഈ വന്നതെന്ന് വാചകം അടിക്കാനല്ലാതെ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ. ഇല്ല, ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്, ഭാവിയിൽ എന്താണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്, ഇതൊന്നും ഇവർക്ക് അറിയില്ല. ഇതിനകത്ത് ഈ കൂട്ടത്തിൽ കയറി നിൽക്കുന്നവന്മാർ അതിനകത്തൊരു ബോംബ് പൊട്ടിച്ചാൽ പോലെ മതി. അല്ല, ഇവരെ ഇതിന് സെൻട്രലൈസ്ഡ് കോർഡിനേഷൻ ഇല്ല, കേന്ദ്രീകൃതമായ ഏകോപനമില്ല. അതുകൊണ്ട് തന്നെ ബാളെടുത്തവനൊക്കെ വിളിച്ചപ്പാടായിരിക്കും അവിടെ. എന്തെങ്കിലും അവിടെ ബോംബ് പൊട്ടിക്കുക, ആളും കൊല്ലുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരംപര നിരോധനം അതിന്. എന്തായാലും അത്രയും അടിയന്തരമായ ഒരു സാഹചര്യമായിട്ടാണ് പ്രധാനമന്ത്രി ലൈവിൽ വന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇവിടെ ആഹ്ലാദപ്രകടനം തുടങ്ങി ഓരോരുത്തർക്ക്. എന്താണ് മോഡി പേടിച്ചു പോയി, മോഡി കീഴടങ്ങുന്നു, മോഡി കീഴടങ്ങല്ല, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ആ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളിൽ ഇപ്പം അതിനകത്ത് നമ്മൾ ഈഗോ വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല. ഇത് ഒരു ജനകീയ മുന്നേറ്റം തന്നെയാണ്, സ്റ്റുഡൻസിന്റെ ഒരു ജനകീയ മുന്നേറ്റം തന്നെയാണ്. അതിനെ വെടിവെച്ച് അടിച്ചമർത്താൻ പറ്റത്തില്ല, ബുൾഡോസർ കയറ്റി ഇറക്കാൻ പറ്റില്ല. അതൊക്കെ ചൈനയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഇന്ത്യയിൽ നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ലൈവിൽ വരും, അദ്ദേഹം സംസാരിക്കും. അത് കണ്ടിട്ട് മോദി കീഴടങ്ങി എന്ന് ആരും കരുതരുത്. ഈ നാട്ടിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ജനങ്ങളെ അറിയിക്കുകയാണ്. ഈ ചർച്ചയിൽ എന്തൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് ജനങ്ങളെ അറിയിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ നിർബന്ധം എന്താണ്? നിങ്ങൾ ചർച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വരത്തില്ല, നിങ്ങൾ വേണേൽ ഇങ്ങോട്ട് വരണം, ഞങ്ങൾ നിശ്ചയിക്കുന്ന വേദി വരണം,
അവിടെ വരണം ഇവിടെ വരണം, അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? അതൊക്കെ മോശമാണ് അതെ. വിളിക്കുന്നത്. അതിന് സർക്കാരാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അപ്പോൾ സർക്കാരാണ് അതിൻ്റെ വേദി തീരുമാനിക്കുന്നത്, അല്ലാതെ സമരക്കാരല്ല. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദിക്ക് ഈ കാര്യത്തിൽ വളരെ അങ്കലാപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാതിരാത്രിക്ക് ഈ ലൈവിൽ വന്നത്. ഇതോടെ ഇത്രയും കാര്യങ്ങളൂടെ അവർ മുന്നോട്ട് വയ്ക്കും. അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്ത നടപടി സർക്കാരിൻ്റെ എന്താകും എന്നറിയാനാണ് നമ്മളിപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.